സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്നാണല്ലോ പറയുക. ആൾക്കെന്തോ ചെറിയൊരു വാട്ടൊക്കെ കാണാനുണ്ട്. എന്തായാലും കട്ടിങ്സ് എടുത്ത് മാറ്റി നടാമെന്ന് വെച്ചു. എങ്കിൽ അടുത്തൊരു പരീക്ഷണത്തിനും കൂടിയും ചിലപ്പോൾ സമയം കിട്ടിയാലോ. കട്ടിങ്സ് എടുക്കുന്നതിന് മുമ്പ് ആളെ ഒന്ന് വൃത്തിയാക്കാം. വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിരിയാൻ പോകുന്ന മുട്ടുകളൊന്നും തന്നെ നാശമാക്കാതെ വിരിഞ്ഞു കഴിഞ്ഞ ഡെഡ് ഹെഡ് വേണം കട്ട് ചെയ്ത് മാറ്റിക്കളയാനായിട്ട്. നാടൻ പെറ്റൂണിയയിൽ കിട്ടുന്ന പോലെ വിത്തുകൾ ഇതുപോലുള്ള കളറുകളിൽ നമുക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് കട്ടിങ്സ് എത്രയും നേരത്തെ പിടിപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പോൾ കൂടെയുള്ള മറ്റ് കളറുകളും കൂടി കൂടെ കൂട്ടാമെന്ന് കരുതി. നാടൻ കളറുകളിൽ പെട്ടെന്ന് വിത്തുകൾ കിട്ടുമെങ്കിലും ഇതുപോലുള്ള റയർ കളേഴ്സിൽ വിത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. കട്ടിങ്സ് എടുക്കുമ്പോൾ ഇലകളുടെ താഴെയുള്ള ഭാഗം തന്നെ നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മണ്ണും മണലും 1/2 സ്പൂൺ സാഫുമാണ് നമ്മളിവിടെ കട്ടിങ്സ് നടാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം മിക്സ് ചെയ്ത് ഗ്ലാസ്സുകളിലേക്ക് ആക്കിയ ശേഷം നനച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കട്ടിങ്സ് അതിലേക്ക് നടുന്നത്. കട്ടിങ്സ് നടുന്നതിന് മുൻപ് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകൾ നല്ലൊരു കത്രിക വെച്ച് കളയുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇലകൾ ചീഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീച്ചൽ തണ്ടുമ്മലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അടിഭാഗത്തുള്ള ഇലകൾ എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ടിങ്സ് നട്ടു കൊടുക്കാനായിട്ട്. സാഫിൽ മുക്കിയിട്ട് നടുന്നത് കൊണ്ട് തന്നെ നട്ടതിന് ശേഷം അധികം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് നല്ലതല്ല. സാഫ് ഒലിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നടുന്നതിന് മുൻപ് നമ്മൾ പൊട്ടി മിക്സ് നിറച്ചിട്ടുള്ള ചെറിയ പാത്രങ്ങൾ നല്ലപോലെ നനച്ച് അതിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം ആ കുഴിയിലേക്ക് വേണം കട്ടിങ്സ് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ചെടിയുടെ അഗ്രഭാഗം, അതായത് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഭാഗം ഒട്ടും ഡാമേജ് പറ്റാതെ ചതവോ മറ്റു മുറിവുകളോ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിച്ചെടുത്ത കട്ടിങ്സ് എല്ലാം നമ്മളിതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണിക്കാം കേട്ടോ.